ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ശിവാനി CKC കൊണ്ട് ചെയ്യിച്ചതാണിതെല്ലാം. ആ സോയിൽ ടെസ്റ്റിംഗ് ഓഫീസറെ കൊണ്ട് 2 കോടി രൂപ എന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് ഓക്കെ ആക്കി തരണമെങ്കിൽ 2 കോടി രൂപ കൊടുക്കണമെന്ന്. അയ്യോ, എന്തൊരു കഷ്ടം ഇത്. എന്തിനവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? തെറ്റുകാരൻ ഞാനാ. ശിവാനിയുടെ എല്ലാ ചതിയും പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നിധി ഇറങ്ങിയപ്പോഴൊക്കെ തടഞ്ഞത് ഞാനാ. അവളെ വെറുതെ വിട്ടതാണ് ഞാൻ ചെയ്ത വിഡ്ഢിത്തരം. സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ട് കിട്ടാതെ നിരാശനായി ഞാൻ ഒരിടത്ത് ചെന്നിരുന്നപ്പോ ഞാൻ അവിടെ കണ്ടതെന്താണെന്നറിയോ? ഇങ്ങനെ ഒരു അവസ്ഥയായി പോയി. അല്ലെങ്കിൽ അവിടെ വെച്ച് ഞാൻ അവളുടെ കഴുത്ത് ഞെരിച്ചനെ. എന്തായാലും എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു, എല്ലാം പോയി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ റിപ്പോർട്ട് കിട്ടുമ്പോ അതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ ഞാൻ. നീ നോക്കിക്കോ നിധി, ശിവാനിയാണ് ആ CKCയുമായി ചേർന്ന് ഇത് ചെയ്തതെങ്കിൽ ഇന്നത്തോടെ ഈശ്വരമംഗലത്തെ അവളുടെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. അമ്മ ഇത് എന്ത് ചെയ്യാൻ പോവാ? ഇപ്പൊ തന്നെ ഞാൻ അവളോട് ചെന്ന് ചോദിക്കും, ഇതിന്റെ പിന്നിൽ കളിച്ചത് അവളാണോന്ന്. സത്യം അറിഞ്ഞ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ അങ്ങോട്ട് ചെന്ന് ചോദിക്കാത്ത പാടാണ്. അവളെല്ലാം അങ്ങ് സമ്മതിച്ചു തരും. സമ്മതിപ്പിക്കാനേ എനിക്കറിയാം. ഗർഭിണിയായ ഒരു പെണ്ണല്ലെന്ന് കരുതിയ ഇത്രയും കാലം ഞാൻ അവളോട് എല്ലാം ക്ഷമിച്ചത്. ഇപ്പോഴും അവള് പ്രഗ്നന്റ് ആണെന്ന് അമ്മ വിശ്വസിക്കുന്നു എന്നുള്ളതാ ഏറ്റവും വലിയ അബദ്ധം. ദേ, അമ്മയുടെ തലയിൽ കൈവച്ച് ഞാൻ പറയുക, അമ്മയാണ് സത്യം. ശിവാനി പ്രഗ്നന്റ് അല്ല. ഇതിനകം തന്നെ അവളുടെ എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ എല്ലാവരെയും പറഞ്ഞു പറ്റിച്ച് ചതിക്കുന്നതിന് ഞാൻ അവളെ കൊണ്ട് മറുപടി പറയിച്ചേനെ. 2 കാരണങ്ങൾ കൊണ്ടാ എനിക്കതിന് കഴിയാതെ പോയത്. ഒന്ന്, അമ്മ ഇപ്പോഴും അവള് പ്രഗ്നന്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഞാൻ അതിനിറങ്ങി പുറപ്പെടുമ്പോഴൊക്കെ ഗൗതം എന്നെ തടഞ്ഞു. അതുകൊണ്ടാ ഇപ്പോഴും ഇരട്ട കുട്ടികൾ ഉണ്ടെന്നും പറഞ്ഞ് അവൾ അമ്മയും പ്രണവിനെയും പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗതമിനെതിരെ CKCയെ കൂട്ടുപിടിച്ച് നീ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ച് അങ്ങോട്ട് ചെന്നാൽ അവൾ ഇറക്കി കളിക്കുന്ന കാർഡ് പ്രഗ്നൻസി തന്നെയായിരിക്കും. പ്രണവിനെ അവൾ എന്തെങ്കിലും പറഞ്ഞു മയക്കും. ഒടുവിൽ അമ്മയ്ക്ക് തോറ്റു മുറിയിൽ പോയി ഇരിക്കേണ്ടിയും വരും. പക്ഷെ ഇപ്പൊ അവള് തൊട്ട് കളിച്ചിരിക്കുന്നത് എന്റെ ഗൗതമിന്റെ സ്വപ്നങ്ങളെയാ. ഇനി ഗൗതം എന്നല്ല, അമ്മ എന്നല്ല, ആരെതിർത്താലും അവള് പെരും കള്ളിയാണെന്നുള്ള സത്യം ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. അങ്ങനെ നീ തെളിയിച്ച ശിവാനി ഈശ്വരമംഗലത്തൊന്നും പുറത്താക്കുന്നൊന്നും ഞാൻ പറയില്ല. ഈശ്വരമംഗലത്തിന്റെ മണ്ണിൽ തന്നെ ഞാൻ അവളെ കൊന്നു കുഴിച്ചു മൂടും. നീ പറ, എങ്ങനെ തെളിയിക്കാൻ പറ്റും അത്? നിസ്സാരക്കാരി അല്ല ശിവാനി. അത്ര പെട്ടെന്നൊന്നും അവളെ വലയിൽ വീഴ്ത്താനും ആവില്ല. നീ പ്രഗ്നന്റ് ആണോ എന്ന് അവളോട് പോയി വെറും വായിൽ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കൃത്യമായ തെളിവ് സഹിതം തെളിയിക്കണം. നോക്ക് നിധി, പലപ്പോഴും ഇതിനിറങ്ങി പുറപ്പെട്ടിട്ട് തോറ്റുപോയതാ നമ്മൾ. ഇനി അങ്ങനെ സംഭവിക്കരുത്. ഒരിക്കലുമില്ല. അമ്മ എന്റെ കൂടെ നിന്നാൽ അവളുടെ സർവ്വ കള്ളങ്ങളും നിഷ്പ്രയാസം ഞാൻ പൊളിച്ചു തരാം. ആദ്യം അമ്മ എന്നെ വിശ്വസിക്കണം. എനിക്ക് നിന്നെ വിശ്വാസമാ. എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ നീ ചെയ്തോ, ഞാനുണ്ട് കൂടെ. ഇനി ഞാൻ ശിവാനിയെ വെറുതെ വിടില്ല. അവളുടെ മുഖംമൂടി ഞാൻ വലിച്ചു കീറിയിരിക്കും. ആന്റി, ആപ്പിൾ ഞാൻ കട്ട് ചെയ്ത് തരണോ? വേണ്ട, നിനക്ക് വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് കഴിക്ക. വേണ്ട ആന്റി, ആന്റി കഴിച്ചോ.
നിർമ്മല പോയതിനു ശേഷം ഒരു സെർവന്റിനെ വെക്കാത്തത് ഭയങ്കര കഷ്ടാ. ആന്റിക്കിപ്പോ ഒരു ചായ വേണമെങ്കിൽ പോലും തനിച്ചിട്ട് കുടിക്കേണ്ട അവസ്ഥ ആയില്ലേ? ഓ, മനസ്സിനിണങ്ങി ഒരാളെ കിട്ടിയല്ലേ പറ്റൂ. ആരെങ്കിലും പിടിച്ചോണ്ട് വന്ന് നിർത്താൻ പറ്റുമോ? ഇനിയിപ്പോ ഗൗതമന്റെ വീട്ടില് സെർവന്റും കാര്യങ്ങളൊക്കെ കാണും. പറ്റിയ നിർമ്മലെ തന്നെ തേടി കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുമായിരിക്കും. നിധിക്ക് അതാണല്ലോ ഇഷ്ടം. നിധിയുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ അവളുടെ കുടുംബസ്വത്ത് എടുത്തു വിറ്റ പണമൊന്നും കൈ കൊണ്ട് വെച്ചിട്ടില്ലല്ലോ. ഇനി അവരങ്ങ് രക്ഷപ്പെട്ടോളൂ. ഇപ്പൊ തന്നെ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് ഇന്ന് കിട്ടുമെന്ന് അറിഞ്ഞത്. ഗൗതമല്ലേ ആള്. പടപടാന്ന് കൺസ്ട്രക്ഷൻ അങ്ങ് തുടങ്ങും. അതോടെ അവര് സെറ്റിലായില്ലേ? സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് ഇന്ന് കിട്ടുമെന്ന് നിന്നോട് ആരാ പറഞ്ഞ? പ്രണവ് പറഞ്ഞു. നിധിയുടെ വിജയം ആഘോഷിക്കാൻ ആന്റി ഇവിടുന്ന് പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ അവരുടെ വീട്ടിലേക്ക് പോയിരിക്കില്ലേ? ആന്റി എന്താ എന്നിങ്ങനെ നോക്കുന്നേ? നീ രാവിലെ ബ്യൂട്ടി പാർലറിൽ പോയതാണെന്ന് പ്രണവ് പറഞ്ഞല്ലോ. എന്നിട്ട് നിന്റെ മുഖത്തിന് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ. അതാണോ ഇങ്ങനെ നോക്കിയത്? ഓ ആന്റി, എനിക്ക് പാരമ്പര്യമായിട്ടുള്ള ഒരു സൗന്ദര്യം ഇങ്ങനെ ഉള്ളതുണ്ടേ. ഞാൻ എത്ര ബ്യൂട്ടി കെയർ ചെയ്താലും ഇനി അങ്ങോട്ട് കൂടാനൊന്നും ഇല്ല ആന്റി. ഏട്ടത്തി പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് രാവിലെ തന്നെ നിധിയുടെ വിജയം ആഘോഷിക്കാൻ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു. ഞാൻ പോയത് നിധിയുടെ മാത്രം വിജയം ആഘോഷിക്കാനല്ല. നിധിക്ക് ഭർത്താവ് എന്നൊരാളുണ്ട്. പറഞ്ഞാൽ ചിലപ്പോ വസു അറിയും. ഗൗതം എന്ന പേര്. ഈ ഗൗതം എന്റെ മകനാ. അത് നീ മറന്നാലും ഞാൻ മറക്കില്ല. ആഹാ പ്രണവ്, ഇന്ന് നേരത്തെ ആണല്ലോ. ഇതെന്തു പറ്റി? നേരത്തെ വന്നേന്നുമല്ല, ഒരു ഫയൽ എടുക്കാൻ മറന്നുപോയി. അതെടുക്കാനായിട്ട് വന്നേ. എന്തായമേ, ആ സ്ഥലത്ത് സോയിൽ ടെസ്റ്റിന്റെ റിപ്പോർട്ട് കിട്ടിയാ? അത് ഫെയിലായി. ഫെയിലായോ? അതെന്തു പറ്റി?